Hi friends, in the apps പുതിയൊരു വ്ളോഗുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകണമെന്ന് വെച്ചാൽ ഒരു സോളാർ പാനൽ എങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഈ പാനൽ വന്നിട്ട് 130 വാൾട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ ഒരു 150 mAh ഒരു ബാറ്ററിയും വേണം. അപ്പം നമുക്ക് എങ്ങനെയാണ് നോക്കാം. ശരി, വീഡിയോയിലേക്ക് പോകാം. വാട്ട്സിന്റെ ഒരു ഇൻവെർട്ടറും പിന്നെ നമ്മൾ 150 mAh ബാറ്ററിയാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാണ്. ഇത് വന്നിട്ട് അതായത് ബാറ്ററിയുടെ ചാർജിങ് കൺട്രോളാണ്. എന്ന് വെച്ചാൽ നമ്മളെ ബാറ്ററിയുടെ ലൈഫ് കൂടുതൽ നിൽക്കാൻ വേണ്ടിയാണ്. നമുക്ക് ബാറ്ററി ഫുൾ ചാർജ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പിന്നെ കട്ടാകാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്കൊരു 40 വാട്ട്സാണ് ഈ നമുക്ക് ഔട്ട് കിട്ടുന്നത്. നമുക്കൊരു 4 kV വരെ ഇൻവെർട്ടർ കണക്ഷൻ കൊടുക്കുക. ഇപ്പം നമ്മളിപ്പം ആ ചെറിയ 600-ന്റെ പഴയ ഒരു ഇൻവെർട്ടർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആ ലെവലിൽ വലുത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ സൈഡങ്ങ് പോകണം. ഓക്കെ, നമുക്കിപ്പം നമ്മുടെ കണക്ഷൻ, അതായത് നമ്മൾ സോളാർ പാനലിൽ നിന്ന് എടുത്ത കണക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കതിനെ കണക്ട് ചെയ്യാം. ഒരു സോളാറിൻ്റെ കണക്ഷനുണ്ട്, ഒരു ബാറ്ററിയുടെ കണക്ഷനുണ്ട്. ഇത് ബാറ്ററിയുടെ കണക്ഷനാണ്. ഈ ബാറ്ററിയുടെ കണക്ഷൻ നേരെ ബാറ്ററിയിലോട്ട് കൊടുക്കണം. ഇത് പാനലിൽ നിന്ന് വരുന്ന 2 കണക്ഷനുണ്ട്. നമ്മൾ മോളിൽ നിന്ന് എടുത്ത കണക്ഷൻ, ആ മോളിൽ നിന്ന് എടുത്ത കണക്ഷൻ രണ്ടും നമ്മുടെ ഈ പാനലിൻ്റെ പോയിന്റിലോട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിത് പാനലിൻ്റെ കണക്ഷനാണ്. നമുക്ക് പാനലിൽ ഡയറക്റ്റ് ആണ്. ഇത് ബാറ്ററിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ബാറ്ററിയിൽ കണക്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ഇപ്പം ഇതേപോലുള്ള ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പാനലിൻ്റെ കണക്ഷൻ കൺട്രോളിൽ കൊടുത്തിട്ട് കൺട്രോളിൽ നിന്നാണ് നമ്മളിപ്പോൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഒഴിക്കാനുള്ള വാട്ടറാണ്, അതായത് ആസിഡാണ്. നമ്മുടെ കയ്യിലൊക്കെ വീണത് പൊള്ളും. അപ്പോൾ ഇത് നമ്മൾ കുറേശ്ശെ നമ്മൾ ഇതിൻ്റെ അളവ് അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇപ്പം ഫിറ്റ് ചെയ്തിട്ടുള്ള, അതായത് ഈ സ്കെയില് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് അളവ് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് കുറേപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ നമുക്ക് ഇവിടെ ഒഴിച്ചു കൊടുക്കാൻ കഴിയും. ഞാൻ കണക്ട് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പാനല്, സോളാർ പാനലിൽ നിന്ന് നമുക്കിപ്പം ചാർജ് കയറുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ മഞ്ഞ ഇങ്ങനെ കത്തിയാണ് അണിയുന്നത്. ഫ്രണ്ട്സ്, ഇപ്പം നമ്മളെ പോലെ അല്ല, സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ഒരു ഭീഷണിയായിട്ട് വരുന്നത് വെച്ചാൽ കറണ്ട് ബില്ല് തന്നെയാണ്. കാരണം വലിയ എമൗണ്ടൊക്കെ നമുക്ക് കറണ്ട് ബില്ലായിട്ട് വരുമ്പോൾ നമുക്ക് കൊണ്ട് താങ്ങത്തില്ല. അതുകൊണ്ട് നമ്മളെ വീട്ടിലൊക്കെ ഇതേപോലെ ഒരു സോളാറിന്റെ ഒരു പാനലും ഒരു ബാറ്ററി ആയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടേ കറണ്ട് ബില്ല് വരും.
അപ്പം അത് പിന്നെ ഞാനൊന്ന് സെറ്റ് ചെയ്തതാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും പിന്നെ സപ്പോർട്ടും തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണും. ഓക്കെ, ബൈ.